വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിന് പുറകിൽ നിന്നും കാണാതായ ഓട്ടോറിക്ഷ മൗണ്ട് വ്യൂ പോയിന്റിന് അടുത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ടൗണിലെ റെസ്റ്റോറന്റ് ജീവനക്കാരൻ റെജിയുടെ ഓട്ടോറിക്ഷ ഈ മാസം 10-ാം തീയതിയാണ് കാണാതാവുന്നത്. വണ്ടിപ്പെരിയാർ രാജമുടി സ്വദേശിയും ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പെരിയാർ റെസ്റ്റോറന്റിലെ ജീവനക്കാരനും കൂടിയായ റെജിയുടെ പ്രൈവറ്റ് ഓട്ടോറിക്ഷയാണ് ഈ മാസം 10-ാം തീയതി രാത്രി 8:30 മണിയോടുകൂടി കാണാതായത്. റെസ്റ്റോറന്റ് ജീവനക്കാരനായ റെജി രാവിലെ വീട്ടിൽ നിന്നും ഈ ഓട്ടോറിക്ഷയിലാണ് ജോലിക്ക് എത്തുന്നത്. ബസ് സ്റ്റാൻഡിന് പുറകിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യുകയും ജോലിക്ക് പ്രവേശിക്കുകയും ചെയ്യും. പിന്നീട് ഇറങ്ങുന്ന സമയത്താണ് വാഹനം നോക്കാറുള്ളത്. എന്നാൽ ഈ മാസം 10-ാം തീയതി രാത്രി ജോലി കഴിഞ്ഞ് ഇറങ്ങിയ റെജി ഓട്ടോറിക്ഷയും എടുത്ത് വീട്ടിൽ പോകാൻ നോക്കുമ്പോൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് ഓട്ടോറിക്ഷ കാണാനില്ല. തുടർന്ന് അന്വേഷണം നടത്തുകയും വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഏകദേശം രാത്രി 8:30 മണിയോടുകൂടിയാണ് വാഹനം ഇവിടെ നിന്നും കാണാതായതെന്ന് സ്ഥിരീകരിച്ചു. ഇതിനുശേഷം കഴിഞ്ഞ 7 ദിവസമായി വണ്ടിപ്പെരിയാർ പോലീസ് വിവിധ പ്രദേശങ്ങളിൽ വാഹനത്തിനായുള്ള അന്വേഷണം CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ചൊവ്വാഴ്ച രാവിലെ മൗണ്ട് എസ്റ്റേറ്റിലെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് തേയിലക്കൊളുന്ത് നുള്ളാൻ പോകുന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ സംശയാസ്പദമായ രീതിയിൽ ഓട്ടോറിക്ഷ കിടക്കുന്നത് കാണുന്നത്. ഇത് സമീപവാസികളെ അറിയിക്കുകയും പോലീസിൽ അറിയിക്കുകയുമായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് റെജിയുടെ ഓട്ടോറിക്ഷയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരെ എത്തിച്ച് പോലീസ് പരിശോധന നടത്തി. മോഷ്ടാക്കൾക്കുള്ള അന്വേഷണം നടത്തിവരികയാണെന്ന് വണ്ടിപ്പെരിയാർ പോലീസ് അറിയിച്ചു. അതേസമയം വാഹനമോഷണവും വാഹനത്തിലെ ബാറ്ററികൾ അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുടെ മോഷണവും വണ്ടിപ്പെരിയാറിലും സമീപ മേഖലകളിലും തുടർ കഥയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.